22-കാരി മഹസ അമീനി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ ഉടനീളം പടർന്ന പ്രതിഷേധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 3 വർഷത്തിന് ശേഷം നാണയപ്പെരുപ്പത്തിൽ പൊറുതിമുട്ടി ജനം രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ വൻതോതിൽ പ്രതിഷേധത്തിനിറങ്ങി. ഇറാനിയൻ നാണയമായ റിയാലിന്റെ മൂല്യമിടിഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം. പിന്നാലെ കേന്ദ്ര ബാങ്ക് മേധാവി രാജിവെച്ചു. ടെഹ്റാനിൽ ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫാർസിന്റെ രാജി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതായി IRNA വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചു. ഇസ്ഫഹാൻ, ഷിഹാസ്, മഷ്ഹദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ടെഹ്റാനിലെ സാദി തെരുവിലും ഗ്രാൻഡ് ബസാറിനടുത്തുള്ള ഷുഷ് മേഖലയിലും വ്യാപാരികളും കടയുടമകളും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിൽ വ്യാപാര സമൂഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. സമീപ ദിവസങ്ങളിലുണ്ടായ പാചകവാതക വില വർധനയും ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം മാർച്ച് 21-ന് ആരംഭിക്കുന്ന ഇറാനിയൻ പുതുവർഷത്തിൽ നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി ഔദ്യോഗിക ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതും ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.